ഇത് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ, ഗേറ്റ് നമ്പർ 5 എൻട്രൻസ്. നല്ല ഭംഗിയുള്ള ഈ മാതാവിനെ കണ്ടുകൊണ്ടാണ് ഗേറ്റ് നമ്പർ 5-ൽ ഹോസ്പിറ്റലിനുള്ളിലേക്ക് നമ്മൾ കടക്കാം. വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നല്ല സേഫായ ഒരു പ്ലേസിൽ ഭാഗ്യവശാൽ പാർക്കിംഗ് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് കാറിനെ അവിടെ തന്നെ സേഫാക്കിയിട്ട് അത്യാവശ്യ എസെൻഷ്യൽ പർച്ചേസിനായി ഓട്ടോ വിളിച്ചാണ് പോയി വന്നത്. ഞങ്ങളിവിടെ ഇപ്പോൾ 5 ദിവസമായി. ഇത് 5 ദിവസത്തെയും ചെറിയ ചെറിയ ക്ലിപ്പുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഡേയിലെ ക്ലിപ്പാണ്. ഫുഡ് വാങ്ങിച്ച്, പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് ഇതാ 8ാം നിലയിലാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. അപ്പോൾ ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയുടേതായ ഒച്ചകൾ കേൾക്കുന്നുണ്ടോ? മനസ്സിന് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണിത്. ഇവിടുത്തെ ടീ ടൈം കാലത്തൊരു 10:30-ക്കും വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോഴത്തേക്കും ഇതുപോലെ ട്രോളികളിൽ നിരവധി കടികളും ചായയും കോഫിയും ഒക്കെ ആയിട്ട് ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നും ചേച്ചിമാരെത്തും. ചായ വാങ്ങിക്കാൻ വേണ്ടി നമുക്കപ്പോൾ പുറത്ത് പോകണ്ട, നമുക്ക് കടികൾ വാങ്ങിച്ച് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇടനേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റും. വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു കാര്യം. വളരെ ചെറുപ്പത്തിലേ ഞാൻ ഈ ഹോസ്പിറ്റലിൽ സ്ഥിരം അഡ്മിറ്റായിരുന്ന ഒരു പേഴ്സണായിരുന്നു. എൻ്റെ ചെറുപ്പകാലം ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തേതിൽ നിന്നും ഇപ്പോൾ എന്താ വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ ബിൽഡിങ്ങൊക്കെ അത് തന്നെ, റൂംസൊക്കെ അത് തന്നെ, ഇതുപോലത്തെ ചില ഫെസിലിറ്റീസ് കൂടിയിട്ടുണ്ട്. ചായയും പലഹാരങ്ങളും നമ്മുടെ മുന്നിലെത്തും. അതുപോലെ ഓരോ റൂമിലും വന്ന് ഭക്ഷണം വേണമെന്ന് ഓർഡർ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഓർഡർ കൊടുത്താൽ അവർ സമയാസമയങ്ങളിൽ ഭക്ഷണം എത്തിച്ചു തരും. വീണ്ടും ഓട്ടോയിലാണ്. ചില കാര്യങ്ങൾ വാങ്ങണമെങ്കിൽ നമുക്ക് ഓട്ടോയിൽ പോകുന്നതാണ് നല്ലത്. കാർ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ പണിയാം. പിന്നെ നമുക്ക് അത്രയും കംഫർട്ടബിളായ ഒരു പ്ലേസിൽ പാർക്കിംഗ് കിട്ടണമെന്നില്ല. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊക്കെ ഈ ഓട്ടോ സവാരി ചെയ്യുന്നത്. തൃശ്ശൂരിനെ ഇങ്ങനെ ഓട്ടോയിലിരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിലൂടെ അഡ്മിറ്റായിരിക്കുന്നത് കിച്ചുവാണ്, നമ്മുടെ പുത്രനാണ്. ചെറിയ പനി വന്നതാ. ഒരു സ്കൂൾ ട്രിപ്പ് പോയി വന്നപ്പോൾ കിട്ടിയ പനിയാണ്. അത് നമ്മൾ ആദ്യം 3 ദിവസം അടുത്തുള്ള ക്ലിനിക്കൊക്കെ കാണിച്ച് മെഡിക്കേഷൻ എടുത്തു. പക്ഷെ മാറിയില്ല. അപ്പോൾ വെച്ചിരിക്കാൻ പറ്റുന്നതല്ല എന്ന് തോന്നി നേരെ ജൂബിലി മിഷനിൽ വന്ന് കാഷ്വാലിറ്റിയിൽ കയറി അവർ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് നേരെ അഡ്മിഷൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ വന്ന് നേരിട്ട് അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എസെൻഷ്യൽ തിങ്സൊക്കെ എടുക്കാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ അടുത്തുനിന്ന് തന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങളിവിടെ സ്റ്റേക്കേഷൻ ആരംഭിച്ചു. പിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് താഴത്തെ ഫ്ലോറിൽ തന്നെ നല്ല അടിപൊളി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇതും ഇപ്പം അടുത്ത് എന്നോ വന്നിട്ടുള്ളതാണ്. ഇത് ഇവിടെയുള്ള കാര്യം ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ എന്നെപ്പോലത്തെ അറിയാത്തവർക്ക് വേണ്ടി ഈ ഇൻഫോർമേഷൻ ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ ഷെയർ ചെയ്യുന്നു കേട്ടോ. നൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് തിങ്സും പുറത്തുനിന്ന് ഫുഡും വാങ്ങിച്ചിട്ടുള്ള വരവാണിത്. ലിഫ്റ്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. 8ാം നിലയിലേക്ക് എത്തണമെങ്കിൽ ലിഫ്റ്റിൽ തന്നെ പോകണമല്ലോ, നമുക്ക് കയറാൻ പറ്റില്ലേ, അത്രയധികം സ്റ്റെപ്സ് ഉണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് റൂമിലെത്തി. കിച്ചുവിന് തീരെ വായിക്ക് രുചിയില്ലാത്തതുകൊണ്ട് എന്ത് കഴിച്ചാലാണോ ഉള്ളിലേക്ക് കുറച്ച് കയറാം. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങുന്നത്. ഒരു കിഴി പൊറോട്ടയാണ് വാങ്ങിച്ചത്. പക്ഷേ ഇത് ഈ വീഡിയോ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. കിച്ചുവിന് ഇത് കഴിക്കാൻ പറ്റിയില്ല. ഒരു 2 പിഞ്ച് കഴിച്ച് നിർത്തി. കാരണം ത്രോട്ട് പെയിൻ നന്നായി ഉണ്ട്. പിന്നെ നാവിനൊട്ട് രസവും ഇല്ല. കിച്ചു കഴിക്കാത്തതുകൊണ്ട് നമുക്കും കഴിക്കാൻ തോന്നിയില്ല. നേരെ ഇത് ഡസ്റ്റ്ബിന്നിലേക്കാണ് പോയത്. പക്ഷേ ശരിക്കും ഇതൊരു അടിപൊളി കിഴിപ്പൊറോട്ടയായിരുന്നു കേട്ടോ. ഇത് ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്നല്ല വാങ്ങിച്ചത്. ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് വാങ്ങിച്ചത്. നല്ല ഫുഡ്സ് അവിടെ കിട്ടും. ഇവിടുത്തെ ഫുഡും നല്ല തന്നെയാണ്. വളരെ ലോ കോസ്റ്റാണ്. പക്ഷെ നമുക്ക് കുറച്ച് സ്പെഷ്യൽസ് കഴിക്കണമെന്ന് തോന്നിയാൽ അവിടെ പോയി വാങ്ങാവുന്നതാണ് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 10:30 ചായ ടൈമാണ് കേട്ടോ. അപ്പം ഇന്ന് ചേച്ചിമാർ ട്രോളിയിൽ കൊണ്ടുവന്ന ഫുഡിൽ നിന്നും നമ്മൾ ഇലയടയാണ് വാങ്ങിച്ചത്. അതാവുമ്പോൾ ആവിയിൽ വേവിച്ചതാണ്. പിന്നെ കോക്കനട്ട് ഫില്ലിങ്, ശർക്കരയിട്ട കോക്കനട്ട് ഫില്ലിംഗ് ഉള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ഞങ്ങളിത് സ്ഥിരമാക്കി 10:30 ടൈമിൽ ഇലയട വാങ്ങിക്കുക, കഴിക്കുക എന്നുള്ളത്. ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് ശരിക്കും എത്തിയപ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടിയത് കേട്ടോ. 4 നേരം ഡോക്ടേഴ്സ് വരുന്നു, ചെക്കപ്പ് ചെയ്യുന്നു, എപ്പോഴും സിസ്റ്റേഴ്സിൻ്റെ കെയറിങ് ഉണ്ട്. അങ്ങനെ എന്താ പറയുക, നമുക്ക് സമാധാനത്തോടു കൂടെ ഉറങ്ങാനും ഇരിക്കാനും ഒക്കെ പറ്റും ഇവിടെ ആയതുകൊണ്ട്.
ഇപ്പോഴത്തെ പനി ഭയങ്കര ഡേഞ്ചറസ് ആണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് പനി വരുമ്പോൾ ഒരു 3 ദിവസം കൊണ്ടൊന്നും മാറിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യരുത്. ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് ഉടനെ കുട്ടികളെ എത്തിക്കണം. അതും നേരെ ഡോക്ടേഴ്സിനെ കാണാനല്ല പോകേണ്ടത്, നേരെ കാഷ്വാലിറ്റിയിലേക്കാണ് ചെല്ലേണ്ടത് കേട്ടോ. അവർ വേഗം തന്നെ നമ്മളെ എന്താ പറയുക, ഫാസ്റ്റായിട്ട് നമുക്ക് വേണ്ട ചെക്കപ്പും ട്രീറ്റ്മെൻറ്റും തന്നുകൊണ്ട് നമ്മളെ നേരെ അഡ്മിഷനാക്കി റൂമിലേക്ക് എത്തിക്കും. റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ഒരു ടേബിൾ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ആകെ മെസ്സായി കിടക്കുകയാണ്, ഒന്ന് ശരിയാക്കി എടുക്കണം. ഇത് കണ്ടോ, ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് വർഷമായി കാണും കേട്ടോ. ഇത് ഒട്ടിച്ച കുട്ടി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയി ഏകദേശം നമ്മുടെയൊക്കെ പ്രായമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് എത്തിയിട്ടുണ്ട്. പൊതിച്ചോറാണ് ഓർഡർ ചെയ്തിരുന്നത്. ഈ ഹോസ്പിറ്റലിന് തൊട്ട് മുൻപിലുള്ള ഒരു ഗ്രീൻ പാർക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങിച്ച പൊതിച്ചോറാണ്. ഒന്നും പറയാനില്ല, തുറന്നപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. നല്ല കിടിലൻ പൊതിച്ചോറായിരുന്നു കേട്ടോ. രാത്രിയായി ഹോസ്പിറ്റൽ വരാന്തയിലെ എക്കോ കേൾക്കാം. ഇന്ന് 9ാമത്തെ ദിവസമാണ് നമ്മളിവിടെ അഡ്മിറ്റായിട്ട്. കിച്ചുവിന് ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനാണിത്. ഈ ക്യാൻറ്റീനുള്ളിലെ ഫുഡെല്ലാം നല്ല ഫുഡാണ്, നല്ല നീറ്റാണ്, റീസണബിൾ റേറ്റാണ്. എത്രയോ പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ക്യാൻറ്റീനാണെന്നോ ഇത്. അപ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പം ഞാൻ ഉപ്പുമാവാണ് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവായിരുന്നു. ഉച്ചയ്ക്കുള്ള ലഞ്ച് പുറത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി വാങ്ങിച്ചു വരുന്ന വഴിയാണ്. ബിക്കോസ് നമ്മൾ ഓർഡർ ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് ക്യാൻറ്റീനിൽ നേരിട്ട് പോയാൽ നല്ല തിരക്കാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലാസ്കിലേക്ക് കുടിക്കാനുള്ള ചുടുവെള്ളം 7ാമത്തെ ഫ്ലോറിൽ നിന്ന് കിട്ടും. ഒന്നിടവിട്ട ഫ്ലോറിലെല്ലാം കുടിക്കുവാനുള്ള ചുടുവെള്ളം സെറ്റപ്പ് ഉണ്ട്. പിന്നെ എല്ലാ ഫ്ലോറിലും കുളിക്കാനുള്ള ചുടുവെള്ളം കിട്ടുന്നതും സാധാ കുടിക്കാനുള്ള ചൂടില്ലാത്ത വെള്ളം കിട്ടുന്നതുമായ ഇതുപോലത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അതുകൂടാതെ ഓരോ റൂമിലും ഡിസ്റ്റിൽഡ് വാട്ടർ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ കിച്ചുവിന് കുടിക്കാൻ ചുടുവെള്ളം എടുക്കാൻ വന്നതാണ് ഇവിടെ. സൺഡേ ഇവിടുത്തെ മെയിൻ ക്ലീനിങ് ഡേ ആണ്. തേച്ചൊരച്ച് അടിച്ച് കഴുകി ഫ്ലോറൊക്കെ ക്ലീൻ ആക്കുന്ന ദിവസം. ഡ്രസ്സ് വാഷ് ചെയ്തത് ഉണക്കാനിട ഏറ്റവും മുകളിൽ ടെറസിലാണ് കേട്ടോ. അവിടുത്തെ ഒരു ഈവനിങ് വ്യൂ കണ്ടാലോ. കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് അങ്ങ് വാനക്കോണില്. ഇന്ന് ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ സിസ്റ്റർ വന്ന് ഇഞ്ചക്ഷൻസ് എല്ലാം കിച്ചുവിൻ്റെ കൈമിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ടാബ്ലറ്റ്സ് ആണ് കഴിക്കേണ്ടത്. പിന്നെ ഡിസ്ചാർജ് ബില്ല് കിട്ടിയിട്ട് 9 ദിവസമാണ് നമ്മളിവിടെ കിടന്നിരുന്നത്. ഒരു റീസണബിൾ ബില്ലായിരുന്നു. ഇവിടുത്തെ ഡോക്ടേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ നന്ദി പറഞ്ഞ്, ദൈവത്തോട് നന്ദി പറഞ്ഞ് ഇവിടെ നിന്ന് തിരിക്കുന്നു. കിടക്കുന്ന നമ്മുടെ സെൻറ്ററൊക്കെ അങ്ങനെ തിരിച്ചു വീട്ടിലോട്ട്. ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്.